ഈ വീട്ടില് ഇങ്ങനൊരു ഒളിച്ചുകളി നടക്കുന്നു എന്നുള്ളത് എന്നോട് ആദ്യം പറഞ്ഞതേ മാലതിയെ. അവള് പറഞ്ഞതും പിന്നെ എന്റെ ചില സംശയങ്ങളും വെച്ചിട്ട് ഞാൻ നിന്നോടിത് പറഞ്ഞത്. എടാ, ഇത് സത്യമാണോന്ന് എങ്ങനെ അറിയും? എന്റെ ചേച്ചിക്ക് ഒരു പണിയൊന്നുമില്ലേ? ചേച്ചി ആദ്യം ഒന്ന് പറഞ്ഞപ്പോ ഞാനൊന്ന് ഞെട്ടി. പക്ഷെ എനിക്കിപ്പോ മനസ്സിലായി സംഭവം എന്താന്ന്. എന്ത്? ഭ്രാന്ത്, മുഴു ഭ്രാന്താവക്ക്. എന്റെ ഭാര്യയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 2 ദിവസമായിട്ട് അവളിങ്ങനെ ഓരോ പിച്ചും പേയും പറഞ്ഞ് കറങ്ങടക്ക. ആ, ചേച്ചിയോട് നന്ദിനി നടത്തിയ സംശയം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? എന്നോട് വേറൊരാളുടെ കാര്യമാ പറഞ്ഞത്. ആരുടെ കാര്യമാ പറഞ്ഞത്? ചേച്ചിയുടെ കാര്യം തന്നെ. എന്റെയോ? ചേച്ചി ഗർഭിണിയാന്നാ ആദ്യം എന്നോടൊന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ ഒരെണ്ണം കൊടുത്തു വിട്ട്. അടുത്ത പേര് ആരുടെയാന്നറിയാവോ? ചിരിക്കരുത്, നമ്മുടെ അമ്മയുടെ. അമ്മ ഗർഭിണിയാണെന്നാ രണ്ടാമത് എന്നോട് പറഞ്ഞത്. അവക്ക് തലയ്ക്കെന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു നടക്കുമോ? അവളുടെ പിച്ചും പേയൊക്കെ കേട്ട് ചേച്ചി വെറുതെ ചേച്ചിയുടെ വിലപ്പെട്ട സമയം കളയായിരുന്നു. ചേച്ചി പോയി ചേച്ചിയുടെ കാര്യം നോക്കി ചേച്ചി. എടാ, അവള് പറയുന്നത് കേട്ട് ഞാൻ വിശ്വസിച്ചു പോയി. ഇനി ഇതുപോലെ ആരുടെയൊക്കെ പേര് ആരോടൊക്കെ പറഞ്ഞോന്നാണോ എന്റെ ദൈവമേ? അല്ല, അവക്ക് വല്ല വട്ടും പിടിച്ചോന്ന് എന്റെ സംശയം. തലയ്ക്ക് സ്ഥിരതയില്ലെങ്കിൽ മിണ്ടാതിരുന്നൂടെ? ഞാൻ പറഞ്ഞാൽ തന്നെ ചേച്ചിക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ. മനസ്സിലായി. അത്രേ ഉള്ളൂ. അവൾ ഇനി എന്തെങ്കിലും പറഞ്ഞോണ്ട് വന്നാ മൈൻഡ് ചെയ്യണ്ട, ഓടിച്ചങ്ങ് വിട്ടേര്. ഓക്കെ? ചേച്ചി ഗർഭിണിയാന്നാ ആദ്യം എന്നോടൊന്ന് പറഞ്ഞത്. അടുത്ത പേര് ആരുടെയാന്നറിയാവോ? ചിരിക്കരുത്, നമ്മുടെ അമ്മയുടെ. 2 ദിവസമായിട്ട് അവളിങ്ങനെ ഓരോ പിച്ചും പേ. നീ അമ്മയോട് ക്ഷമിക്കണം കേട്ടോ. അമ്മയുടെ അവസ്ഥ അതായതുകൊണ്ടാ ആദ്യമൊക്കെ നിന്നെ അവഗണിച്ചത്. ഇപ്പൊ എനിക്ക് നിന്നോട് ഒരുപാട് ഇഷ്ടവും വാത്സല്യവും ഒക്കെ തോന്നുന്നുണ്ട്. നമ്മുടെ മുന്നിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറും. ഞാൻ നിന്നെ പ്രസവിക്കുകയും ചെയ്യും. ഇല്ലെങ്കിലും ഈ കുടുംബത്തിന്റെ സൗഭാഗ്യം എന്റെ വയറ്റിൽ വളരുന്ന എന്റെ. നീ എന്താ സാവിത്രി ഈ പറയുന്നേ? സത്യം അമ്മേ, മാലതിക്ക് എന്തൊക്കെയോ ചില തകരാറുണ്ട്. അല്ലെങ്കിൽ അമ്മ ഗർഭിണിയാണെന്ന് ജഗദീഷിനോട് അവള് ചെന്ന് പറയൂ. എന്റെ പേരും പറഞ്ഞു എന്നാ ജഗദീഷ് പറഞ്ഞത്. ദേ, എന്നെക്കുറിച്ച് ആവശ്യമില്ലാത്തത് പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടല്ലോ, എന്റെ സ്വഭാവം മാറും. ജഗദീഷ് പറഞ്ഞപ്പോഴേ ഞാൻ ശ്രദ്ധിക്കുന്നത് അവള് പരസ്പര ബന്ധമില്ലാതെ ഓരോന്ന് പറയുന്നതും കാണിക്കുന്നതും ഒക്കെ. ദേ, ഇപ്പൊ കൊണ്ടുപോയ മര്യാദയ്ക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് നടത്തി മാറ്റാം. താമസിച്ചാലേ കൈവിട്ടു പോവും. എനിക്കതല്ല, ജഗദീഷിന്റെ കാര്യം ഓർക്കുമ്പോഴാ. അവനും തോന്നിയിട്ടുണ്ട് അവക്കെന്തോ വയ്യായിക വന്നിട്ടുണ്ടെന്ന്. ചിലപ്പോ അവനും നിനക്കും തോന്നിയതാണെങ്കിലോ? എനിക്ക് തോന്നിയതല്ലെന്ന് ഞാൻ അമ്മയെ മനസ്സിലാക്കി തരാം. അവളറിയാതെ നമുക്ക് അവളെ ഒന്ന് നിരീക്ഷിച്ചു നോക്കാം. അമ്മ വാ.
ഹാ, അപ്പൊ നന്ദനടുത്തേക്കാണ് ഗർഭം. ഇത് ആരോട് പറയണം? അമ്മേ ഇങ്ങോട്ട് വാ. ദേ, ഇങ്ങോട്ട് നോക്കി. ഇത് നിന്റെ വിജയമാണ്, നിന്റെ മാത്രം വിജയം. ഒരു ഡിറ്റക്റ്റീവിന്റെ തന്ത്രത്തിലൂടെയാണ് നീ ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. എല്ലാവരെയും പറ്റിക്കുന്ന പോലെ ഈ മാലതിയെ പറ്റിക്കാൻ ആരും വിചാരിക്കണ്ട. എല്ലാരോടും ഞാൻ ഈ കാര്യം പറയും. ആ അങ്ങനെ ഈശ്വരാ, നീ ഇതെന്റെ കണ്ണി കാണിച്ചു തരുകയും കാതി കേൾപ്പിച്ചു തരുകയും ചെയ്തല്ലോ. നന്ദി. അമ്മ ഇപ്പൊ കണ്ടോ അവൾ ഒറ്റയ്ക്ക് ഓരോന്ന് സംസാരിക്കുന്നത്? ഇതിനൊക്കെ തന്നെയാ വട്ടെന്ന് പറയുന്നത്. അമ്മ വിഷമിക്കൊന്നും വേണ്ട. 1 2 വരി അത്രേ ഉള്ളൂ. അതൊന്ന് ടൈറ്റാക്കി വെച്ചാലേ ആളോക്കെ ആവും. എങ്കിലും മാലതിക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നല്ലോ. മനുഷ്യന്റെ കാര്യമല്ലേ അമ്മേ, എപ്പോഴാ സമനില തെറ്റുന്നതെന്ന് ആർക്കും അറിയില്ലല്ലോ. ദേ, എല്ലാരും അറിഞ്ഞ് നാണക്കേടാവുന്നതിന് മുമ്പ് ട്രീറ്റ്മെന്റ് കൊടുത്ത് ശരിയാക്കണം. അല്ലെങ്കിൽ ഈ വീട്ടിലെ പല പ്രശ്നങ്ങളും അവള് പറഞ്ഞുണ്ടാക്കും. ചെറിച്ച, ദേവമ്മയുടെ കാര്യം മുത്തശ്ശിയോട് സംസാരിക്കുന്ന കാര്യം എന്തായി? അതിനെക്കുറിച്ചാ ഞാനും ആലോചിക്കുന്നത്. പറയുമ്പോൾ അതനുസരിച്ച് പറഞ്ഞില്ലെങ്കിലേ ചിലപ്പോൾ അത് പ്രശ്നമാവും. പിന്നെ ഒരു സാഹചര്യം ഒത്തു വന്നുമില്ല. ഇത് അധികനാൾ ഒളിപ്പിച്ചു വെക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ചെറിയച്ച. നമ്മൾ പറയാതെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് മുത്തശ്ശിയും സാവിത്രി അമ്മായിയും പിന്നെ മാലതി ചെറിയമ്മയൊക്കെ അറിഞ്ഞാല് പിന്നെ അവരെ ഒളിപ്പിച്ചു വെച്ചു എന്നുള്ള പരാതിയും കൂടി ആവും. പിന്നീട് നമ്മൾ എന്ത് പറഞ്ഞാലും അവര് വിശ്വസിക്കില്ല. അതാ പ്രശ്നം. ഇതങ്ങ് സംസാരിച്ച് ഓക്കെ ആക്കി കഴിഞ്ഞാ സമാധാനത്തിലിരിക്കാലോ. ചെറിയച്ചൻ പറയുന്നത് വരെ എനിക്കും ദേവമ്മയ്ക്കും ചെറിയച്ചനും ഒക്കെ സമാധാനക്കേടാ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് അമ്മയോട് സംസാരിക്കാം. ആ, രണ്ടിലേതായാലും ഒന്ന് അറിയണമല്ലോ. അതെ. ചെറിയച്ചൻ ചെന്ന് മുത്തശ്ശിയോട് കാര്യം പറയും. ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ആ മോള് ചെല്ലേ, ഇപ്പൊ തന്നെ ചെറിയച്ചൻ കാര്യങ്ങൾ പറഞ്ഞോളാം. ആഹാ, രണ്ടുപേരും കൂടി ഇവിടെ ഇരിക്കാണല്ലേ? എനിക്ക് നിങ്ങളോട് രണ്ടുപേരും കൂടി ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം മാലു? അതറിയുമ്പോ നിങ്ങൾ ഞെട്ടിത്തരിക്കും. നീ കാര്യം പറയും മാലു. ഞാൻ ചേച്ചിയോട് പറഞ്ഞില്ലേ ഈ വീട്ടിൽ ഒരാള് ഗർഭിണിയാണെന്ന്? അതാരാണെന്ന് അറിയോ? നന്ദിനിടത്തിയാ. എന്റെ ബുദ്ധിപരമായ ചില നീക്കത്തിലൂടെ ഞാൻ നടത്തിയ അന്വേഷണത്തിൽ അതിവിദഗ്ധമായി ഞാൻ കണ്ടുപിടിച്ചതാ. ഈ ചെമ്പകമംഗലം തറവാടിന് നാണക്കേടുണ്ടാക്കുന്ന ഒന്നും ചെയ്യാൻ ആരെ ഈ മാലതി അനുവദിക്കില്ല. ചെല്ലമ്മേ, ചെന്ന് അവരുടെ മുഖത്ത് നോക്കി ചോദിക്കി ഇതൊക്കെ സത്യമാണെന്നും. എന്നിട്ട് അവരുടെ മുഖത്ത് നോക്കി അമ്മ പറയണം മൂത്ത മരുമകളുടെ കള്ളക്കടികളൊന്നും ഈ ഇളയ മരുമകളെ വെച്ചു പൊറിപ്പിക്കില്ല എന്നും. ഇരുന്ന് സമയം കളയാതെ ചെല്ലമ്മേ. തടയണ്ട ചേച്ചി, ഇതൊക്കെ കേൾക്കുമ്പോ ഏതൊരമ്മയും പ്രതികരിച്ചു പോവും. അതുകൊണ്ട് അമ്മയെ വിട്. അമ്മ ചെന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് വരട്ടെ. അമ്മേ,
ചേച്ചി അമ്മയെ വിട്. ഈ വാർത്ത അറിഞ്ഞ ചോരത്തിളപ്പി തന്നെ അമ്മ ചെന്ന് വിവരങ്ങൾ അന്വേഷിക്കട്ടെ. മാലു, എന്തായാലും നീ കണ്ടുപിടിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം. നമുക്ക് സാവധാനം നന്ദിനിയോട് ചോദിച്ച് മനസ്സിലാക്കാം, അതുപോരെ? ഞാൻ വന്ന് ഇത്രയും ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടും നിങ്ങൾക്കെന്താ ഒരു കൂസലും ഇല്ലാത്ത? ഇത്രയും വലിയൊരു രഹസ്യം ഞാൻ വന്ന് പറയുമ്പോ നിങ്ങൾ ഞെട്ടിത്തരിക്കുമെന്നാ ഞാൻ കരുതിയത്. ആ അല്ല മാലു, ഞങ്ങൾ ശരിക്കും ഞെട്ടിയായിരുന്നു. നീ കാണാഞ്ഞതാ. ആണോ? നിനക്ക് വേണ്ടി വേണമെങ്കിൽ ഞങ്ങൾ ഒന്നുകൂടെ ഞെട്ടാം. എന്താ, ഞെട്ടട്ടെ? മതിയോ, അതോ കുറച്ചുകൂടെ കൂടുതൽ വേണോ? ചേച്ചി സാവിത്രി, നീ അവളെ കളിയാക്കാതെ. മനഃപൂർവ്വം മാലതി പറയുന്നതല്ലല്ലോ ഇതൊന്നും. മോളിരിക്കെ. ഇരിക്കും മോളെ, ഇരിക്കെ. സാവിത്രി, എനിക്ക് നിന്നെ പോലെ തന്നെയാ ഇവളും. മരുമോളായിട്ടല്ല, മകളായിട്ടാ ഞാനിവളെ കാണുന്നേ. ഓ, അമ്മ വിഷയത്തിന് പിന്മാറുന്നു. ഇവിടത്തെ വിഷയം നന്ദിനിയിടത്തെ ഗർഭിണിയാണെന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചതാ. അമ്മ പറയുന്നത് മരുമകളോടുള്ള വാത്സല്യത്തെ കുറിച്ചാ. ഓ, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. മോളെ, എല്ലാം ശരിയാവും. ശരിയാക്കാം നമുക്ക്. ഇത് ചികിത്സിക്കാൻ പറ്റാത്തതൊന്നും അല്ലല്ലോ. ചികിത്സിക്കാനോ? ആര് ചികിത്സിക്കാൻ? എത്ര പണം മുടക്കേണ്ടി വന്നാലും മോളെ തിരിച്ച് ജീവിതത്തിലേക്ക് ഈ അമ്മ കൊണ്ടുവരും. നല്ല ഹോസ്പിറ്റലിൽ തന്നെ പോവാം. അത് ആയുർവേദമായാലും അലോപ്പതി ആയാലും. അലോപ്പതിയോ? അതിന് എനിക്ക് എന്താ അസുഖം? ഇല്ല, എന്റെ കുട്ടിക്ക് ഒന്നുമില്ല. ഒന്നുമില്ല എന്റെ കുട്ടിക്ക്. അമ്മ എന്താ ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച ആൾക്കാരോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നേ? എല്ലാം ഇപ്പൊ തന്നെ അമ്മയോട് പറയണം. ഇനിയും താമസിച്ച മീനാക്ഷി പറഞ്ഞ പോലെ അത് വലിയ അപകടമാവും. ജഗദീഷേട്ടൻ എങ്ങോട്ടാ? ഞാനെങ്ങോട്ടുമില്ല. ഞാൻ ജഗദീഷേട്ടനോട് ഒരു കാര്യം ചോദിച്ചാ സത്യം പറയോ? എന്താടി? ആദ്യം സത്യം പറയോന്ന് പറ. സത്യം പറയാം, നീ കാര്യം എന്താന്ന് പറ. ജഗദീഷേട്ടന് എപ്പോഴെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോ എനിക്ക് വട്ടുണ്ടെന്ന്? ഇല്ല, എനിക്ക് തോന്നിട്ടില്ല. എടി, ഉറപ്പുള്ള കാര്യത്തിന് എന്തിനാണ് സംശയം? നിനക്ക് ചെറിയ വട്ടൊന്നുമല്ല, മുഴുവട്ട. അതെനിക്ക് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവർക്കും അത് അറിയുകയും ചെയ്യാം. നിനക്ക് മാത്രം അത് ഇപ്പോഴേ മനസ്സിലായിട്ടുള്ളൂ എന്ന് മാത്രം. ജഗദീഷേട്ടാ, മാലതിക്ക് ഇങ്ങനൊരു മാനസിക പ്രശ്നം ഉണ്ടാവാൻ കാരണം എന്താണെന്നാ ഞാൻ ആലോചിക്കുന്നേ. ലോറിനെ പിടിച്ച കേസിലെ ജഗദീഷ് അകത്ത് പോവെന്ന് അറിഞ്ഞപ്പോ മുതലാന്നാ എനിക്ക് തോന്നുന്നേ. ഒരു മനുഷ്യന്റെ മനസ്സ് താളം തെറ്റാന് അതൊക്കെ തന്നെ ധാരാളം, അല്ലേ അമ്മേ? അന്ന് ആ സഹീറ വന്ന് പറഞ്ഞിട്ട് പോയതിനു ശേഷം മാലതിയുടെ പെരുമാറ്റം കണ്ട് ഞാനും ഭയന്നു പോയിരുന്നു. പക്ഷേ അതും ഇവള് പറഞ്ഞു നടക്കുന്ന ഗർഭമായിട്ട് എന്തു ബന്ധമുള്ളത്? മാലതി പറയുന്നത് ഞാനും നീയും നന്ദിനിയൊക്കെ ഗർഭിണികളാണെന്നാ. ഇപ്പൊ പറയുന്നതും കുറച്ചു കഴിഞ്ഞ് എന്താ പറയുന്നതെന്നും അവക്കറിയില്ലമ്മേ. ഇപ്പൊ പറയുന്നതല്ല പിന്നീട് പറയുന്നത്. പ്രശ്നം ജഗദീഷിന്റെ കേസാണെങ്കിലും അവളുടെ മനസ്സിലുള്ളത് മുഴുവനേ ആ ഗർഭത്തെക്കുറിച്ചാ. അല്ല, അത് പല രൂപത്തിലായിരിക്കും പുറത്തേക്ക് വരുന്നത്. പാവം എന്റെ മോൻ.
ഇതൊക്കെ അവൻ സഹിക്കുമാവോ? തകർന്നു പോയിട്ടുണ്ടാവും എന്റെ കുട്ടി. ദേ അമ്മ കൂടി വിഷമിച്ച എങ്ങനെയമ്മേ? അവന് മാനസിക ബലം കൊടുക്കേണ്ടത് അമ്മയല്ലേ? ചികിത്സിച്ച ഭേദമാകുന്ന പ്രശ്നമേ മാലതിക്കിപ്പോ ഉള്ളൂ. അമ്മ അതവനെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. ആ ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നോ? അത് നന്നായി. അമ്മേ, എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടും ഒരു കാര്യം പറയണമായിരുന്നു. പക്ഷേ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ രണ്ടുപേരും ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് വിഷമിക്കാതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഇത് പരിഹരിക്കണം. എൻ്റെ അമ്മയോടും ചേച്ചിയോടും എനിക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അതുകൊണ്ടാ നിങ്ങളോടിപ്പോൾ പറയണ്ടെന്ന് പറഞ്ഞിട്ടും ഞാൻ പറയാമെന്ന് കരുതിയത്. എനിക്ക് പറയാനുള്ളത് അമ്മയുടെ മരുമകളെ പറ്റിയാ. സാവിത്രിച്ചിക്ക് ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് ഏകദേശം മനസ്സിലായി കാണും. കാരണം കുറച്ചു മുൻപേ നമ്മൾ ഇതിനെപ്പറ്റി സംസാരിച്ചിരുന്നല്ലോ. അവക്ക് തലയ്ക്കെന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു നടക്കുമോ? ദേ അവളുടെ പിച്ചും പേയൊക്കെ കേട്ട് ചേച്ചി വെറുതെ ചേച്ചിയുടെ വിലപ്പെട്ട സമയം കളയാറ്. ചേച്ചി പോയി ചേച്ചിയുടെ കാര്യം നോക്കി ചേച്ചി. അമ്മേ, പുറത്തറിഞ്ഞ വലിയ നാണക്കേടാവും എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചിരുന്നോണ്ടായിരിക്കും ഇതൊന്നും നിങ്ങളോട് നേരിട്ട് പറയാഞ്ഞത്. ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നുള്ളൂ. അതൊന്നും ഉറപ്പിച്ചിട്ട് പറയാമെന്ന് കരുതിയാ ഞാൻ കാത്തിരുന്നത്. എന്റെ സംശയം ശരിയായിരുന്നു എന്ന് എനിക്ക് ബോധ്യമായി. ഞാനത് അമ്മയോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാ നീ വന്നത്. അല്ലെങ്കിൽ തന്നെ അമ്മയാകെ വിഷമത്തിലെ. ഒരു തീരുമാനം എടുക്കാൻ അമ്മയ്ക്കും ആവുന്നില്ല. അമ്മേ, ഇങ്ങനെയൊക്കെ സംഭവിച്ചത് തറവാടിന് വലിയ മാനക്കേടായിട്ടൊന്നും അമ്മ കാണരുത്. എല്ലാം നമ്മളൊരു തുറന്ന മനസ്സോടെ നോക്കി കാണണം. നന്ദിനിയടുത്തെയും മീനാക്ഷിയൊക്കെ വലിയ മാനസിക സമ്മർദ്ദത്തിലാണ്. അമ്മയോട് ഇതെങ്ങനെ വന്നെന്ന് പറയുമെന്ന് ഓർത്തിട്ട്. അതുകൊണ്ടാ ഞാൻ തന്നെ വന്ന് പറയാന്ന് കരുതിയത്. അല്ല, മീനാക്ഷിക്ക് കാര്യം അറിയാന്നോ? അവളാ ആദ്യം അറിഞ്ഞത്. പേടിച്ചിട്ട് അമ്മയോടും ചേച്ചിയോടൊന്നും പറഞ്ഞില്ലാന്നേ ഉള്ളൂ. പേടിച്ച് മറച്ചു വെക്കേണ്ട കാര്യമാണോ ഇത്? അല്ലെങ്കിൽ തന്നെ ഇത് എത്ര കാലം മറച്ചു വെക്കാൻ പറ്റും? എന്നായാലും എല്ലാവരും അറിയില്ലേ? അമ്മേ, ഇതോർത്ത് എൻ്റെ അമ്മ വിഷമിക്കരുത്. അമ്മയ്ക്കൊരു നാണക്കേടുണ്ടെങ്കിൽ തന്നെ എന്നെ ഓർത്ത് അമ്മ അതും ക്ഷമിച്ചേക്കണം. നീ ക്ഷമ പറയേണ്ട കാര്യമൊന്നുമില്ലടാ. ഇതൊക്കെ നടക്കാനാ വിധിയെങ്കിൽ നടന്നല്ലേ പറ്റൂ. ഞങ്ങൾക്കത് മനസ്സിലാവും. മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഞങ്ങള് അമ്മയും ചേച്ചിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താടാ കാര്യം? ഞാൻ പ്രസവിച്ചതല്ലെങ്കിലും അവളും എന്റെ മോള് തന്നെയാ. ഇതിന്റെ പേരിൽ തള്ളിക്കളയാൻ പറ്റുമോ എനിക്ക് എന്റെ കുട്ടിയെ? മോൻ ധൈര്യമായിട്ടിരിക്കെ. ഞങ്ങൾ എല്ലാവരും അവളുടെ കൂടെ ഉണ്ട്. അതെപ്പോഴാന്ന് വെച്ചാ നീ തന്നെ അവളെ പറഞ്ഞു മനസ്സിലാക്ക. ദേ, എല്ലാവരും ചേർന്ന് നല്ല കെയറിങ് കൊടുക്കണം അവക്ക്. ഞങ്ങളൊക്കെ അറിയുന്ന അവസ്ഥ ആലോചിച്ചൊക്കെ അവക്ക് നല്ല ടെൻഷൻ കാണും. അതൊന്നും വേണ്ടാന്ന് നീ തന്നെ അവളോടൊന്ന് പറ. സത്യമാമേ, ഇതറിഞ്ഞ ശേഷം ഒന്ന് ചിരിച്ചു കണ്ടിട്ടില്ല ഞാൻ ആ പാവത്തിന്. മോനെ, നീ വിഷമിക്കണ്ട. ഞങ്ങൾ മുഴുവനും എപ്പോഴും അവളുടെ കൂടെ തന്നെ ഉണ്ടാവും. പിന്നെ നീ അവളോട് സംസാരിക്കുമ്പോഴോ പെരുമാറുമ്പോഴോ അവൾ ഒരു അസുഖക്കാരിയാണെന്ന രീതിയിൽ സംസാരിക്കരുത്. ഇല്ല. ദേ, ഭ്രാന്തുള്ള കാര്യം അവളെ അറിയിക്കണ്ട. ഭ്രാന്തോ? ആർക്ക്? ഇവിടെ എല്ലാവർക്കും ഭ്രാന്ത. ഇനി ഇവിടെ നിന്നാലേ അതെനിക്കും വരും. അതുകൊണ്ട് എന്റെ വീട്ടിൽ പോകുന്ന നല്ലത്. അപ്പോ ഇത്രയും നേരം നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് മാലതിയെ കുറിച്ചായിരുന്നോ? ആ, പിന്നല്ലാതെ. അവക്കല്ലേ വയ്യായിക. എന്റെ ചേച്ചി, അവൾക്കങ്ങനെ പറയത്തക്ക വയ്യാഴികയൊന്നുമില്ല. അത് നിനക്ക് അവളോടുള്ള സ്നേഹക്കൂടുതലോണ് തോന്നുന്നതാ. നീ അവളുടെ സംസാരത്തെയും പ്രവൃത്തികളെയും നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ദേ, അവള് നേരത്തെ വന്ന് ഞങ്ങളോട് പറയുക നന്ദിനി ഗർഭിണിയാണ്. ഇങ്ങനെ എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞ് നടക്കുക അവള്. ദേ, അമ്മയോട് പറഞ്ഞത് പറഞ്ഞു. നന്ദിനിയോടെങ്ങാനും പറഞ്ഞാ അവക്ക് വിഷമം ആവില്ലടാ. ജഗദീഷ്, നീ വിഷമിക്കാതെ.
മാലതിക്ക് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നടക്കും, അത്രേ ഉള്ളൂ. നല്ലൊരു ട്രീറ്റ്മെന്റ് കൊണ്ട് അതങ്ങ് മാറുകയും ചെയ്യും. അമ്മ, ഇനി ഞാനൊരു സത്യം പറയട്ടെ. എന്താടാ? എടാ അമ്മ ശരി. ജഗദീഷേ, ദേ മാലു പെട്ടിയെടുത്തോണ്ട് പോന്നു. എടാ ഏ? അവിടെ ഇറങ്ങി പോകുന്നതിന് മുമ്പ് ചെന്ന് തടയേ. മൈഥിലി, അമ്മേ, എന്റെ അമ്മേ, ചേ- ചേച്ചി, ജഗദീഷ് ചേട്ടാ, താഴെ ഹാളിലെ മൈഥിലി ആ വക്കീലും. ഏ?